കുന്നംകുളം കാട്ടക്കമ്പാലിൽ മിന്നൽ ചുഴലിയെ തുടർന്ന് വ്യാപകമായ നാശനഷ്ടം. ഇന്ന് പുലർച്ചെയാണ് കാട്ടക്കാമ്പാൽ ചിറയൻകാട് മേഖലകളിൽ മിന്നൽ ചുഴലി വ്യാപകമായ നാശനഷ്ടമുണ്ടാക്കിയത്. മേഖലയിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകരാറിലായിട്ടുണ്ട്. MS ലിഷോയ് വിവരങ്ങൾ നൽകും. ലിഷോയ്, ഇതെപ്പോഴാണ് മിന്നൽ ചുഴലി അനുഭവപ്പെട്ടത്? എത്രമാത്രം സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള നാശനഷ്ടം എങ്ങനെയാണ്? ഇന്ന് പുലർച്ചെയാണ് ഈ മിന്നൽ ചുഴലി ഉണ്ടായത്. ഈ മേഖലയിൽ ശക്തമായ മഴയും ഉണ്ടായിരുന്നു. ആ മഴയ്ക്ക് ശേഷം പിന്നീട് വലിയ കാറ്റാഞ്ഞു വീശി ഈ മേഖലയിൽ വ്യാപകമായി നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. മിന്നൽ ചുഴലി ഉണ്ടായതിനെ തുടർന്ന് ആ മേഖലയിൽ പൂർണ്ണമായും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച നിലയിലാണ്. ഈ നിരവധി വൈദ്യുതി പോസ്റ്റുകൾ കടപുഴകി വീണു. അതിനോടൊപ്പം തന്നെ മരങ്ങൾ വീടുകൾക്ക് മുകളിലേക്ക് വീണു. ജാതിത്തോട്ടങ്ങളിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. ഈ മിന്നൽ ചുഴലി ഈ കാട്ടക്കമ്പാൽ ചിറയൻകാട് മേഖലയിലാണ് ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മേഖലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. കാട്ടക്കമ്പാൽ മേഖലയിലെ പള്ളിക്കര വിജയൻ, ചിറയൻകാട് മേഖലയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. എരണ്ടക്കാട്ട് കുഞ്ഞുമോൾ, അതുപോലെ തന്നെ സുഫൈർ എന്നിവരുടെ വീടുകൾക്ക് മുകളിലേക്കാണ് മരം വീണിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണ് ഈ പ്രദേശത്താകെ തന്നെ ഇതുവരേക്കും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ തോതിൽ മിന്നൽ ചുഴലി മേഖലയിലാകെ തന്നെ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അവധി ദിവസമായതിനാൽ തന്നെ ഈ റവന്യൂ അധികൃതർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി അതിൻ്റെ നാശനഷ്ടം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണക്കാക്കേണ്ടതുണ്ട്. അക്കാര്യങ്ങളൊക്കെ തന്നെ ഇനി തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതേസമയം തന്നെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ച വീടുകൾക്ക് മുകളിൽ നിന്ന് മരങ്ങൾ മുറിച്ചു മാറ്റുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കുന്നംകുളത്താണ് കാട്ടക്കമ്പാലിൽ മിന്നൽ ചുഴലിയെ തുടർന്ന് വ്യാപക നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. പുലർച്ചയോടുകൂടിയാണ് മിന്നൽ ചുഴലി അനുഭവപ്പെട്ടിരിക്കുന്നത്. ഈ സ്ഥലത്തിന് ഒഴികെ ചിറയൻകാട് മേഖലകളിലും മിന്നൽ ചുഴലി ഉണ്ടായി. അത് വ്യാപക നാശനഷ്ടമാണ് അവിടെ ഉണ്ടായത്. വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകരാറിലായി എന്നുള്ളതാണ്. അതിന് പുനഃസ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. ലിഷോയ് വിവരങ്ങൾ നൽകിയത്.